പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കഴിവെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പോൽക്കാലം ദൈവസ്നേഹം നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ചെയ്ത മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഇന്ന് പോൽക്കാലം നമുക്ക് ഉണർന്നെഴുന്നേൽക്കാൻ കഴിയത്തില്ലായിരുന്നു. ഓരോ ദിവസവും എന്റെ കൃപ എത്ര വലുതാ. ശ്വാസം പുറത്തോട്ട് വീട് തിരിച്ച് അകത്തോട്ട് വലിച്ചെടുക്കാൻ നമ്മുടെ ലങ്സ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പടഞ്ഞ് താഴെ വീഴും. ദൈവത്തിന്റെ മഹാകൃപയാ, മഹാകൃപ, മഹാകൃപ. ദൈവത്തിന്റെ മഹാകൃപ ഓരോ ദിവസവും നമുക്ക് തരുന്നു. നന്ദിയുള്ളവരായിരിക്കണം, അവന്റെ കൃപയ്ക്ക് നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിളിനെല്ലാം ബൈബിളൊന്ന് കയ്യിലെടുത്ത് ബൈബിളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ദൈവവചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണമേ. എല്ലാവരും വേദപുസ്തകം തുറക്കാം. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിൽ 27-ാം വാക്യം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. തലമുറയ്ക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, അവിടുത്തെ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സഭയും ശുശ്രൂഷയും ദേശത്തെയും സംഭവങ്ങളിൽ വിവേചിച്ച് അവിടുത്തെ ആലോചന അറിയിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിക്കാൻ പറയുന്നത് ബൈബിൾ കൊണ്ടുവന്നവരുണ്ടോ കൊണ്ടുവരാത്ത ആരൊക്കെയാണെന്ന് കാണാനല്ല, അതെനിക്ക് വിഷയമല്ല. ഉയർത്തിപ്പിടിക്കുന്ന എന്നോട് തന്നെ പറയാനാ. ഈ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കാവുള്ളൂ, വേറെ ഒന്നും ഇവിടെ പറയരുത്. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി മാത്രം പറയുവാൻ, എന്നെ തന്നെ ഓർപ്പിക്കുവാൻ, ഇവിടെ വന്നവരെ ഓർപ്പിക്കുവാനുമാണ് ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം എഴുതി നമ്മുടെ പക്കൽ തന്നിരിക്കുക പ്രമാണമാണ്. ഇതിന്റെ അതിരുകളെ വിട്ടുപോകുവാൻ നമുക്ക് അനുവാദമില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെയാണ് പ്രമാണം. ദൈവ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവം കൊണ്ടുവരാത്ത ഒരാളെയും ഇതിനകത്തോടെ കയറ്റാൻ ദൈവത്തിന്റെ ദൂതന്മാരെ സമ്മതിക്കത്തില്ല. ഇന്ന് ദൈവം നിന്നെ കൊണ്ടുവന്ന, ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണിത്. ദൈവമക്കൾ നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നിടത്ത് അവൻ സിംഹാസനം ഇട്ടിരിക്കാൻ ദൈവമാണ്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒറ്റ വാക്കിലാണ് ആരാധന. മഹാദൈവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന സെറാഫുകൾ അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ധൈര്യപ്പെടാതെ മുഖം മറച്ച് കാല് മറച്ച് പറക്കുന്ന സെറാഫുകൾ മുഴുവൻ ആരാധനയും ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം, ഇതിനെല്ലാം ചേർത്തുകൊണ്ട് ഒറ്റ വാക്കാണ് പറയുന്നത്: പരിശുദ്ധൻ, ഹോളി, ഹോളി, ഹോളി. ഒരുത്തനോട് ഒരുത്തൻ പറയുക, ഒരു സെറാഫ് മറ്റേ സെറാഫിനോട് പറയുക പരിശുദ്ധൻ. അതിനകത്തെല്ലാം ഉണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് പറയുവാൻ കഴിയുന്ന ഒരു വാക്കാണത്, അവൻ പരിശുദ്ധൻ. പലർക്കും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുവാൻ കഴിയുമെങ്കിലും നീ ദൈവസ്ഥയിൽ ഇരിക്കുമ്പോൾ, വേറിട്ടിരിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ, ഉപവസിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിന്റെ അകത്ത് ബോധ്യമുണ്ടായിരിക്കണം: ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവൻ പരിശുദ്ധനായതുകൊണ്ട് സെറാഫുകൾ മുഖം മറച്ചാണ്. അവരുടെ മുഖം കാണിച്ചുകൊണ്ട് ആരാധിപ്പാൻ വയ്യ. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ അവർ മുഖം മറച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ അവർ കാലുകൾ മറച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവർ പറക്കുകയാണ്. അവൻ പരിശുദ്ധൻ. അവന്റെ സാന്നിധ്യം, പരിശുദ്ധമായ സാന്നിധ്യം ഈ ടെന്റിന്റെ കീഴിലുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് അന്യ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന പർവ്വതത്തെ കുറിച്ച് ദൈവം കൽപ്പിച്ചു: ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലേണം. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്റെ മനസ്സിനകത്ത് ഒരു വന്യമൃഗം മേഞ്ഞ് നടക്കുവാൻ നീ അനുവദിക്കരുത്. മറ്റു കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കാൻ അനുവദിക്കരുത്. അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയില്, നിർമ്മലതയില് അവന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ഇതുപോലെ കാലം ദൈവശ്രീ നാം ഇരിക്കണം. പ്രൈസ് ഗോഡ്,
പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി എന്തിന്റെ പുഷ്ടിയാണ്? ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു, ദി അനോയിന്റിംഗ് ഷാൽ ബ്രേക്ക് ദ യോക്ക്. അഭിഷേകം മുഖത്തെ തകർക്കും. അഭിഷേകത്തിന്റെ പുഷ്ടിയാണ് മുഖത്തെ തകർക്കുന്നത്. നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളിലേക്ക് നീ എത്തിച്ചേരാതെ വണ്ണം നിന്നെ പുറകോട്ട് കെട്ടിവച്ചിരിക്കുന്ന മുഖങ്ങൾ തകർക്കുവാൻ കഴിയുന്നത് അഭിഷേകത്തിന്റെ പുഷ്ടിക്കാണ്. ദൈവത്തിന് നിന്നെ കുറിച്ച് നിത്യമായ നിർണയമുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് മഹത്തായ ഉദ്ദേശമുണ്ട്. ആ ലക്ഷ്യത്തിൽ നീ എത്തിച്ചേരാതെ വണ്ണം പുറകോട്ട് നിന്നെ വലിച്ചു കെട്ടിയിരിക്കുന്ന ശക്തികളുണ്ട്. ആ ശക്തികളെ പൊട്ടിക്കണമെങ്കിൽ, അതിനെ തകർക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടി നിനക്ക് വേണം. ശക്തിയുണ്ട്, ശാപത്തിന്റെ ശക്തിയുണ്ട്, രോഗത്തിന്റെ ശക്തിയുണ്ട്, മരണത്തിന്റെ ശക്തിയുണ്ട്, അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. ഈ ശക്തികളെ തകർത്തുകൊണ്ട് മാത്രമേ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ, ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിൽ നിനക്ക് എത്തിച്ചേർന്നതിനെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പുറകിൽ കെട്ടി വലിക്കുന്നതിനെ വെട്ടിമുറിക്കണമെങ്കിൽ നിനക്ക് അഭിഷേകത്തിന്റെ പുഷ്ടി വേണം എന്ന് പോൽക്കാലം അതിനാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം പുറകോട്ട് വലിക്കുന്ന സകലത്തെയും വെട്ടിമുറിച്ച് മുന്നേറുവാൻ എന്ന് പോൽക്കാലം ദൈവം നിന്നെ കൂട്ടുവരുത്തിയിരിക്കുക. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇല്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ കുറിച്ച് ദൈവത്തിന് മഹത്തായ പ്ലാൻ ഉണ്ട്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇവിടെ വായിക്കാം. യിരെമ്യാപ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യിരെമ്യാവ് 29:11. എല്ലാവരും വേദപുസ്തകം തുറന്ന ഭാഗമെടുക്കാം. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മഹത്തായ ഭാവി, ശുഭ ഭാവി, പോസിറ്റീവായ ഫ്യൂച്ചർ, ശുഭമായ ഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവം പറയുകയാണ്. ഞാൻ നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ ജോലിയെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ളൂ. നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾ നിനക്ക് തിന്മ വരാനുള്ള ചിന്തയല്ല, നിനക്ക് താഴ്ച വരാനുള്ള ചിന്തയല്ല, നിനക്ക് വൈകല്യം വരാനുള്ള ചിന്തയല്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളാണ് ദൈവത്തിന് നിന്നെ കുറിച്ചുള്ളത്. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എനിക്ക് നന്മ വരാനുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് നിനക്ക് നന്മ വരാനുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിന്റെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് നന്മ വരുത്തുവാനാണ് ദൈവം താല്പര്യപ്പെടുന്നത്. എന്റെ നന്മയ്ക്ക് വേണ്ടി എന്റെ ദൈവം ചിന്തിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരെന്നോട് ചേർന്ന് പറയണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റു പറയണം. എന്റെ ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. എന്റെ ദൈവം എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. എന്റെ ദൈവം എന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചിന്തിക്കുന്നു. പുറപ്പെട്ടി അങ്ങോട്ട് കയ്യെ പിടിച്ച് പറഞ്ഞ്, എന്റെ ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. എന്റെ ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. എന്റെ ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. നിനക്ക് വേണ്ടി അതിമഹത്തായ പദ്ധതി ദൈവത്തിന്റെ പക്കലുണ്ട്. അത് നീ ഇപ്പോഴായിരിക്കുന്ന ഉന്നതമായ സ്ഥിതിയിലെത്തുവാൻ, ഇപ്പോഴായിരിക്കും തിന്മയുടെ അനുഭവത്തിൽ നിന്ന് നന്മയുടെ അനുഭവത്തിലെത്തുവാൻ, ഇപ്പോഴുള്ള താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലെത്തുവാൻ, ഇപ്പോഴുള്ള ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലെത്തുവാൻ, ഇപ്പോഴുള്ള രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലെത്തുവാൻ, ഇപ്പോഴുള്ള നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലെത്തുവാൻ, ഇപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെത്തുവാൻ ദൈവത്തിനെ കുറിച്ച് ഉന്നതമായ ചിന്തകൾ ചിന്തിക്കുന്നു. Praise God, praise God, praise God, praise God, praise God. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് നീ തിരിച്ചറിയണം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നന്മയുള്ളതാണ്, ദൈവത്തിന് പ്ലീസിംഗ് ആയതാണ്. നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം, നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, നിന്റെ നന്മയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, നിന്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, ഉന്നതമായ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് മുൻകാലം നിന്റെ മനസ്സൊന്ന് പുതുക്കണം. പഴയ മനസ്സുകൊണ്ടിരുന്നാൽ നിനക്കൊന്നും കാണാനൊക്കത്തില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളുകൾക്ക് പലതും മങ്ങി കാണുന്നത് പോലെ മാത്രമേ നിന്റെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് നിനക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് അകത്തൊരു പുതുക്കമുണ്ടാകുകയാണെങ്കിൽ, ഇന്ന് അഭിഷേകം ഒന്ന് തെളിയുകയാണെങ്കിൽ നിനക്ക് കാണുവാൻ പറ്റും ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതികൾ. ഹല്ലേലൂയ, സ്തോത്രം.
ചെറുപ്പത്തിലൊന്ന് വീണു, അന്നേരം തിരുമ്മിക്കുകയൊക്കെ ചെയ്തു. വലിയ വീഴ്ചയായിരുന്നു. കുറെ നാള് വേദനയൊക്കെ ഉണ്ടായി, പിന്നെ വേദനയൊക്കെ അങ്ങ് പോയി. പ്രായമായി ശരീരം ക്ഷീണിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ വേദന. നല്ല യൗവനത്തിൽ നല്ല ആരോഗ്യമുള്ളപ്പോൾ അറിഞ്ഞില്ല. പണ്ടത്തെ വീഴ്ചയുടെ ബലഹീനത വെളിപ്പെടുന്നത് നിന്റെ ശരീരം ബലഹീനമാകുമ്പോഴാണ്. ഇതുപോലെ ആത്മീയത്തിന്റെ പുഷ്ടിയിൽ നീ നിൽക്കാത്ത അവസരത്തിൽ പഴയത് പലതും കയറി വരും. പണ്ടത്തെ പല പോരാട്ടങ്ങൾ കയറി വരും. പണ്ടത്തെ ശാപങ്ങളും ബന്ധനങ്ങളും ഒക്കെ കയറി വരുന്നതിന്റെ കാരണം നീ ക്ഷീണിച്ചത് കൊണ്ടാ. എന്നാൽ അഭിഷേകത്തിന്റെ പുഷ്ടി നിന്റെ മേൽ ഉണ്ടാകുമ്പോൾ നിനക്ക് അതിന്മേൽ ജയമുണ്ട്. അഭിഷേകത്തിന്റെ പുഷ്ടി ഉണ്ടാകുമ്പോൾ അതിനെ തകർത്ത് മുന്നേറുവാൻ കഴിയും. സ്തോത്രം. ക്ഷീണിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷീണിച്ചിരിക്കട്ടെ, ശക്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ശക്തിപ്പെടട്ടെ. നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക, കോട്ട കാത്തുകൊള്ളുക. സംഹാരകൻ നിനക്കെതിരെ വാളുമായി കടന്നു വരുന്നു. സംഹാരകൻ കടന്നു വരുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവരെ അവൻ അരിഞ്ഞു വീഴ്ത്തും. എന്നാൽ പുഷ്ടിപ്പെട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ അവൻ ഉറച്ചു നിൽക്കത്തേ ഉള്ളൂ. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, അവൻ എന്നാൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ വചനമാണ്. ആത്മാവിന്റെ നിറവില്, ആത്മാവിന്റെ അധികാരത്തില്, ആത്മാവിന്റെ അഭിഷേകത്തില് എതിർത്തു നിൽക്കുന്ന ഒരാളുടെ മുമ്പില് പേടിച്ചോടാന് ദുഷ്ടശക്തികൾക്ക് കഴിയത്തുള്ളൂ. എന്ന് പോരാടാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ, പോരാടാനുള്ള ആ തീഷ്ണം നിന്റെ അകത്തുണ്ടെങ്കിൽ, അഭിഷേകം പുഷ്ടിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പുഷ്ടിയില്ല എന്ന് പോരാടി ജയമെടുക്കുക. രണ്ടു കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നാം അറിഞ്ഞിരിക്കണം. അടിസ്ഥാനമായ രണ്ട് സത്യങ്ങൾ. ഒന്ന് കൃപ, രണ്ട് വിശ്വാസം. വീണ്ടുമുണ്ട് കാര്യങ്ങൾ. ദൈവം ചെയ്യുന്ന രാത്രി ഇതിനെ കുറിച്ച് പറയാം. ഇന്ന് പോൽക്കാലം ഈ രണ്ടു കാര്യം ചിന്തിക്കാം. ഒന്ന് കൃപ, രണ്ട് വിശ്വാസം. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, പ്രവർത്തികളും കാരണമല്ല. രണ്ടു കാര്യത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ട് രണ്ട് കാര്യം പറഞ്ഞിരിക്കുക. നിന്നെയും ക്യാൻസൽ ചെയ്തു, നിന്റെ പ്രവൃത്തിയെ ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു കൃപയും വിശ്വാസവും കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. നീ അതിനൊരു കോസയല്ല, നീ ഒരു കാരണമല്ല, നീ ഒരു റീസൺ അല്ല. ഏത് വീട്ടിൽ ജനിച്ചോ, നിന്റെ പേരെന്താണെന്നോ, നിന്റെ ആളത്വം എന്താണെന്നോ, നിന്റെ നിറം എന്താണെന്നോ, നിന്റെ സാമ്പത്തിക സൗകര്യം എന്താണെന്നോ, നിന്റെ വിദ്യാഭ്യാസം എന്താണെന്നോ ഒന്നും രക്ഷയുള്ള ബന്ധം ദൈവം കണക്കിടുന്നത്. നീ കാരണമല്ല. പിന്നെന്താ? നിന്നെ കുറിച്ച് പ്രത്യേകം പഠിക്കേണ്ട കാര്യമുണ്ട്. നീ ഒരു വിഷയമല്ല, നീ ഒരു കാരണമല്ല, കൃപയാണ് കാരണം. കൃപ. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അൺമെറിറ്റഡ് ഗിഫ്റ്റ്, അർഹതയില്ലാത്തവന് ദൈവം കൊടുത്ത ദാനം. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം. അതാണ് കൃപ. കൃപയെക്കുറിച്ച് നമ്മുടെ അകത്ത് ആഴമായി അറിഞ്ഞിരിക്കണം. എന്താണ് കൃപ? എല്ലാവരും കൂടെ പറയണം, ഞാൻ പറയുമ്പോൾ ഏറ്റു പറയണം. അർഹതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം. അർഹതയില്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ദാനം. യോഗ്യതയില്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ദാനം. കൃപ. ഇന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കൃപ കിട്ടിയെന്ന് ലോകത്തിൽ ആർക്കും പറയാനൊക്കത്തില്ല. കാരണം യോഗ്യത ഇല്ലാത്തവനാ കൃപ കൊടുക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചോണ്ട്, എന്റെ അപ്പനും അമ്മയും ഇന്ന ആളായതുകൊണ്ടാ, ഞങ്ങള് പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളായതുകൊണ്ടാ കൃപ കിട്ടിയെന്ന് പറയാനൊക്കെയില്ല. യോഗ്യത കണക്കിടുന്നേ ഇല്ല. കണക്കിടലിൽ നിന്ന് മാത്രം യോഗ്യത ഇല്ലെന്ന് കണ്ട കൃപ തന്നത്. ഒരർഹതയും ഇല്ലാത്തതുകൊണ്ടാ കൃപ തന്നത്. ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അതിന് കൃപ വന്നു. ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിന്റെ കൃപ നിനക്ക് കിട്ടിയത് ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാ. ഏത് യോഗ്യത? ഒരു യോഗ്യതയും ഇല്ലെന്നുള്ള യോഗ്യത, ഒരർഹതയും ഇല്ലെന്നുള്ള അർഹത. ഒന്നും പുകഴുവാനില്ല. അതുകൊണ്ട് കൃപ കിട്ടിയവർക്ക് പുകഴാൻ ഒന്നുമില്ല. കൃപ തന്നവരെ കുറിച്ച് പുകഴ്ച പറയാനല്ലാതെ കൃപ കിട്ടിയവർക്ക് കൃപ കിട്ടിയതിനെ കുറിച്ച് അവരുടെ അയോഗ്യതയെ പറയാനുള്ളൂ. അവരുടെ ഒരു യോഗ്യതയും പറയാനില്ല. കൃപ ഏകപക്ഷീയമായി തരിക. കൃപ ഇങ്ങോട്ട് വന്ന് തരിക. വെള്ളം കോരാനായിട്ട് പോയൊരു സ്ത്രീ, അവളന്ന് രാവിലെ അറിഞ്ഞേയില്ല അന്ന് അത്ഭുതം നടക്കാൻ പോവുകയാണെന്ന്. അവള് കേട്ടിന്റെ അവിടെ ചെന്നപ്പോൾ കിണറിന്റെ പുറത്ത് വേറെ ഒരു കിണറിരിപ്പുണ്ട്.
ഒരു കിണറിന്റെ പുറത്ത് വേറൊരു കിണറാണ്. ഒന്ന് യാക്കോബിന്റെ കിണറാ, പാരമ്പര്യത്തിന്റെ കിണറാ, മറ്റേത് ജീവജലത്തിന്റെ കിണറാ. ഒരു കിണറിന്റെ പുറത്ത് വേറൊരു കിണറാണ്. പാരമ്പര്യത്തിന് കേട്ടിരുന്ന യാക്കോബിന് കേട്ടിരുന്ന വർഷങ്ങളുടെ കണക്കും പിതാക്കന്മാരുടെ പൊങ്ങച്ചവും പറഞ്ഞ വെള്ളം കോരാൻ വന്നവള് അതിന്റെ മേളിൽ ജീവജലത്തിന്റെ കിണറിരിക്കുന്ന കണ്ടു. അതിന്റെ പേര് കൃപ. കൃപ ഇങ്ങോട്ട് തേടി വരിക. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. എന്നാ തെരഞ്ഞെടുത്ത പൗലോസേ, എന്നാ നിന്നെ തെരഞ്ഞെടുത്ത ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം എന്നെ ചുറ്റി മിന്നി. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തെന്ന് ആദ്യത്തെ സാക്ഷിയിൽ നമുക്ക് തോന്നും. കുറെ നാൾ വെളിപ്പാട് കൂടി വന്നപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. അന്നല്ലല്ലോ എന്റെ തെരഞ്ഞെടുപ്പ്. ഗലാത്യ ലേഖനത്തിൽ എഴുതി, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്ന എന്റെ ദൈവം. പൗലോസിനെ എന്നാ വിളിച്ചത്? മറ്റു തർജ്ജിമകളിൽ കാണുന്ന അമ്മയുടെ ഉദരമെന്ന്. എന്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം. ശൗലിന് മനസ്സിലായി, അവൻ ജനിക്കുന്ന സമയത്ത്, അവൻ ശിശുവായിരുന്നപ്പോഴും ബാല്യത്തിലും എല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവന്റെ മേലുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചല്ല. അല്ല, നിന്റെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം, നീ നിന്റെ ജനനം മുതൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. അന്നാണോ? അല്ല. കുറെ കൂടെ വെളിപ്പാട് പൗലോസിനായിട്ട് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ അവൻ എഴുതി, ലോകസ്ഥാപനത്തിനു മുൻപ് ക്രിസ്തു യേശുവിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ദമസ്കോസിന്റെ പടിവാതിക്ക് വെച്ച് അല്ല തെരഞ്ഞെടുപ്പ്. ജനിച്ചപ്പോഴല്ല തെരഞ്ഞെടുത്തത്. ലോകങ്ങളെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായ അവന്റെ തിരുസഭയ്ക്കകത്ത് നിന്നെയും എന്നെയും കണ്ടത് കൊണ്ടാണ് ഇന്നിവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം പറയാൻ നിനക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ വിഷയമാണ്. നിന്റെ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ നിനക്ക് ഇരിക്കാനൊക്കത്തില്ല. ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം നിന്നെ തേടി വന്നതോർത്താൽ, നിന്റെ അയൽവക്കത്തുള്ള പല വീടുകളെയും മറികടന്ന് നിന്റെ വീട്ടിലോട്ട് ഈ കൃപ നിന്നെ തെരഞ്ഞു വന്നതോർത്താൽ, പലരും ഈ കൃപയ്ക്കെതിരെ വാതിലടച്ചപ്പോൾ നിന്റെ വീട്ടിലേക്ക് കൃപ കയറി വന്നതോർത്താൽ, ഓ ഹല്ലേലൂയ, നിന്റെ കാലുകളിൽ നൃത്തമുണ്ടാകും. നിന്റെ ഉള്ള പടഞ്ഞു വികസിക്കും. പെരയടിക്കുന്നത് പോലെ നിന്റെ അകത്ത് ആത്മീയ സന്തോഷമുണ്ടാകും. ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം, അതിന്റെ ഉയരം, അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അത് ആർക്കും അളക്കുവാൻ കഴിയത്തില്ല. നീ കിടന്ന പാപത്തിന്റെ കുഴിക്ക് എത്ര ആഴമുണ്ടോ അത്രയും കൃപ ഇറങ്ങി വന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൂടുതൽ ആഴത്തിൽ കിടന്നെങ്കിൽ കൃപ അത്രയും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അവിടെ ഒന്ന് ഉയർത്തി വിശുദ്ധീകരിച്ച ഇപ്പോൾ തന്നെ സ്വർഗസ്ഥലത്ത് നിന്നെ ഇരുത്തിയിരിക്കുക. സ്വർഗസ്ഥലത്തായിരിക്കുന്ന അയ്യാ പാസ്റ്ററെ, ഞങ്ങളിവിടെ തിരുവല്ല സ്റ്റേഡിയത്തിലാണല്ലോ ഇരിക്കുന്നത്. തിരുവല്ല സ്റ്റേഡിയത്തിലല്ല ഇരിക്കുന്ന, നിന്നെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുക. നിന്റെ കണ്ണ് നിന്നെ വഞ്ചിക്കുക. നിന്റെ ഭൗതികമായ കണ്ണുകൾ നിന്നെ ചതിക്കുകയാണ്. ഇവിടെയാണെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നീ അവിടെയല്ല ഇരിക്കുന്നത്. ക്രിസ്തു എവിടെ ഇരിക്കുന്നോ അവന്റെ ഉള്ളിൽ നീ മറഞ്ഞിരിക്കുന്നുണ്ട്. നീ അവിടെയാണ്, സ്വർഗസ്ഥലങ്ങളിലാണ്. ദുഷ്ടപിശാച് തൽക്കാലമായിട്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ കൂടെ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുത്തുകാരല്ല. ഇവിടെ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടത്തില്ല. ഇവിടെ കൊണ്ട് ഞങ്ങൾ അവസാനിക്കത്തില്ല. ഞങ്ങളുടെ കർത്താവ് ഇരിക്കുന്ന ഇടത്തു തന്നെ ഞങ്ങളും അക്ഷരികമായി ഇരിക്കുന്ന ഒരു വാഗ്ദാനം ഞങ്ങൾക്കുണ്ട്. ആ വാഗ്ദാനം ദൈവം നിറവേറ്റു. ഇപ്പോൾ തന്നെ ആത്മീയമായി ഞങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. അതാണ് അവന്റെ കൃപയുടെ വലിപ്പം. അതാണ് അവന്റെ കൃപയുടെ ഉയർച്ച. ദൂരത്തായിരുന്നു നിന്നെ സമീപത്താക്കേ. സ്വന്തം കുടുംബ പേര് കളഞ്ഞ്, അപ്പന്റെ പേര് കളഞ്ഞ്, സ്വത്തുക്കൾ കളഞ്ഞ്, എല്ലാം നശിപ്പിച്ച്, എല്ലാം തകരാറിലാക്കിയ ഇളയ മകൻ പന്നികൾ തിന്നുന്ന തീറ്റ് തിന്നുവാൻ കൈയിട്ട് വാരാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അകത്ത് ഒരു മാനസാന്തരമുണ്ടായി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ പോയതുപോലെയല്ല. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന്, വിശപ്പ് ഒട്ടിയ വയറും ക്ഷാമമുള്ള ദേശത്തുനിന്ന് കണ്ണും കുടിഞ്ഞ് കവിള് പൊട്ടി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ഭയന്ന് ഉറച്ച പ്രാഗൽഭ്യമില്ലാതെ അപ്പന്റെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരനായി, ഒരു വേലക്കാരനായി എന്നെ നിർത്തിയാൽ മതി എന്ന് പറയുവാനായിട്ട് തലയും കുറിച്ച് നടുവും വളച്ച് വരച്ചു വെച്ച് നടന്നു വരുന്ന മകനെ കണ്ടപ്പോൾ അപ്പൻ ഇറങ്ങി അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചതിന്റെ പേരാണ് കൃപ. അപ്പനും മകനും തമ്മിൽ കണ്ടപ്പോൾ, യേശു പറഞ്ഞ കേൾക്കണമോ, തമ്മിൽ കണ്ടപ്പോൾ മകൻ അങ്ങോട്ട് ഓടിച്ചെന്നല്ല, അപ്പൻ ഓടിച്ചെന്നു മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതിനർത്ഥം
മനുഷ്യ നിനക്ക് വരാവുന്നിടത്തോളം ദൂരം വന്നാ മതി, ബാക്കി ദൂരം ദൈവം അങ്ങോട്ട് വന്ന് നിന്നെ സ്വീകരിക്കാൻ ഒരുക്കമാ, നിന്റെ അടുക്കലോട്ട് വന്ന് നിന്നെ സ്വീകരിക്കാൻ ഒരുക്കമാ. എന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണമെങ്കിൽ നിനക്ക് വരാവുന്നിടത്തോളം ദൂരം അടുത്ത് വന്നാൽ മതി. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ദൈവത്തിന്റെ സാന്നിധ്യം എത്രയും വേണമോ നിനക്ക് തീരുമാനിക്കാം. നീ എത്രയും അടുത്ത് ചെല്ലുന്നോ അതനുസരിച്ച് അവൻ ഇങ്ങോട്ടും അടുത്ത് വരും. ഇന്ന് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ മനസ്സ് വെച്ചാൽ ഇങ്ങോട്ട് ഓടി വരാൻ അവൻ തയ്യാറാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം നിന്റെ യോഗ്യത കണക്കിട്ടില്ല. ദൈവകൃപയ്ക്ക് നിന്റെ യോഗ്യത പിശാച് എപ്പോഴും വന്ന ആളുകളോട് പറയുന്ന നിനക്ക് അങ്ങനെ വലിയ അനുഗ്രഹം കിട്ടാനുള്ള യോഗ്യതയില്ല. ദുഷ്ട പിശാച്, എനിക്ക് കൃപയുണ്ട്, യോഗ്യതയില്ലെങ്കിലും കൃപയുണ്ട്. നിനക്കെതിരെ പിശാച് വിരൽ ചൂണ്ടി നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീ കൃപ കൃപ എന്ന് ആർപ്പിട്ട് ആണിക്കല്ല് കയറ്റിക്കൊള്ളണം. നിനക്ക് വിളിച്ചു പറയാനുള്ള കൃപയാണ്. സ്വർഗത്തിൽ ചെന്ന് കാലുകുത്തിയ ഒരു ദൈവവൈദ്യന് ആദ്യം പറയാനുള്ള കൃപയാൽ ഞാൻ ഇവിടെ എത്തിയെന്നാണ്. ഇന്നിവിടെ കയറിയിരിക്കുമ്പോൾ നിനക്ക് പറയാനുള്ളത് കൃപയാൽ ഞാൻ ഇതിനകത്ത് വന്നുവെന്നാണ്. രക്ഷിക്കപ്പെട്ടത് എങ്ങനെ? കൃപയാൽ. ആത്മാവിനെ കിട്ടിയത് എങ്ങനെ? കൃപാദാനോ, കൃപാ വരങ്ങൾ. വരങ്ങളുടെ ആ ആഡ്ജക്റ്റീവ് തന്നെ കൃപാവരമെന്നാണ്. സ്തോത്ര. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ കൃപ. കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞേ കൃപ, കൃപ. നിന്റെ മുഴുവൻ അയോഗ്യതയും വെട്ടിക്കളഞ്ഞു. ദൈവം പറഞ്ഞ കൃപ തന്നിരിക്കുക. ഓ പ്രൈസ് ദി ലോർഡ്. ഈ കൃപ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ നന്മ കൊണ്ട് നമുക്ക് കിട്ടുന്ന, നമ്മുടെ നന്മ കൊണ്ടല്ല, ദൈവത്തിന്റെ നന്മ കൊണ്ട് നമുക്ക് കൃപ കാണിക്കുക. ദൈവ കൃപ കാണിച്ചില്ലായിരുന്നെങ്കിൽ ആദാമ്യ വർഗം മുഴുവൻ നിത്യ നരകത്തില് നിത്യമായി പീഡനം സഹിക്കേണ്ടി വന്നേനെ, ദണ്ഡിപ്പിക്കപ്പെടേണ്ടി വന്നേനെ. എന്നാൽ കൃപയുടെ വാതിൽ തുറന്നു വെച്ചു. ഈ യുഗത്തിന്റെ പേര് തന്നെ കൃപായുഗമെന്ന. യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുവന്ന അവനാണ് കൃപ. യേശുവാണ് കൃപ. ദൈവം ഏറ്റവും അധികം നമുക്ക് കൊണ്ട് വെളിപ്പെടുത്തിയ കൃപ യേശുവാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം, നിനക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനം, മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം, സഭയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം യേശുക്രിസ്തു. തന്റെ മടിയിരുന്ന ഓമനപുത്രനെ ദാനം തന്നു. യേശുക്രിസ്തുവിനെ ദാനം തന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ ചിലതൊക്കെ തരാതിരിക്കുമോ? അവനോട് കൂടെ കുറെയൊക്കെ തരാതിരിക്കുമോ? അവനോട് കൂടെ തലവേദനയൊക്കെ മാറ്റത്തിന്, ക്യാൻസർ മാറ്റത്തില്ല. അങ്ങനല്ല എഴുതിയേക്കുന്നത്. അവനോട് കൂടെ പറഞ്ഞേ. റോമാലേഖനം 8-ാം അധ്യായം എഴുതിയിരിക്കുക. ഇത് കാണാതെ പഠിച്ചോണം. നിന്റെ അവകാശത്തിന്റെ വാക്യമാണ്. അവനോടുകൂടെ സകലവും. എല്ലാരും പറഞ്ഞേ സകലവും, സകലവും. അങ്ങോട്ട് കയ്യെ പിടിച്ചു പറഞ്ഞേ സകലവും, 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 സകലവും നൽകാതിരിക്കുമോ? പിശാച് പറയും വെറുതെയാ. നീ പറഞ്ഞ ദുഷ്ട പിശാച്, ദൈവത്തിന്റെ വചനമാണ് സത്യം. അവൻ പറഞ്ഞു അവൻ നിവർത്തിക്കും. ദൈവം പറഞ്ഞു സകലവും തരുമെന്ന് പറഞ്ഞ് സകലവും തരും. യേശുവിനെ തന്നെങ്കിൽ ഇനി വല്ലതുകൂടെ പിടിച്ചു വെക്കുമോ? യേശുവിനെ തന്നെങ്കിൽ ബാക്കി ഇപ്പൊ തരത്തില്ലെന്ന് പറയുമോ? യേശുവിനെ തരാമെങ്കിൽ യേശുവിന്റെ കൂടെ എന്താ ഇനി ദൈവം തരാത്തത്? യേശുവിനെ തരാമെങ്കിൽ ചെറിയ കാര്യങ്ങളാണോ ദൈവം മാറ്റിവെക്കാൻ പോകുന്നത്? തെറ്റുപറ്റാത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ തന്ന അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകാതിരിക്കുമോ? ഇതാണ് കൃപ. കൃപയുള്ളത് കൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് ചെല്ലാം. നിങ്ങൾക്ക് പുറം തിരിഞ്ഞു നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരാൾ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നേരെ ചെല്ലാം. ഇവിടെ ഒരൊറ്റയാള് പോലും നിങ്ങൾക്ക് പുറം തിരിഞ്ഞു നിന്ന് ശുശ്രൂഷിക്കത്തില്ല. കാരണം ഒരു മനുഷ്യനെ മധ്യസ്ഥനായിട്ട് ഇനി വേണ്ട. എന്റെ കർത്താവാണ് എന്റെ മധ്യസ്ഥൻ. അന്യോന്യം പ്രാർത്ഥിക്കണം, അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കണം, അന്യോന്യം പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ദൈവവുമായി നിന്നെ നിരപ്പിക്കുവാൻ ഇടയ്ക്കൊരു മനുഷ്യൻ വേണ്ട.
കൃപയുണ്ട്. കൃപയുടെ വാതിൽ പഴയ നിയമ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തിലോട്ട് അടുത്ത് ചെല്ലുമ്പോൾ കൃപാസനം ഇരിക്കുന്നതുകൊണ്ട് ആര് കയറിയാലും ചത്തുവീഴും. പേര് കൃപാസനം, പക്ഷെ ചെല്ലുന്നവരെല്ലാം ചത്തുവീഴും. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം അവിടോട്ട് കയറാം. ഒരു വലിയ തിരശ്ശീല ഇട്ടിരിക്കുക, തിരശ്ശീലയുടെ അപ്പുറത്തിരിക്കുന്ന പെട്ടകത്തിന് മുകളിലുള്ള കൃപാസന അടുക്കൽ മഹാപുരോഹിതൻ ചെല്ലുമ്പോൾ വെറും കൈയായി ചെല്ലാനൊക്കത്തില്ല. അവന്റെ രക്തത്തിന്, അവന്റെ പാപത്തിന് വേണ്ടി, അവന്റെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട ആട്ടുകുഞ്ഞിന്റെ രക്തം കയ്യിലെടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് കയറാനൊക്കത്തുള്ളൂ. അങ്ങനെ കയറിയാൽ പോലും അവിടെ വീണ് മരിച്ചാൽ അവൻ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരാൻ വേറെ ആർക്കും അങ്ങോട്ട് കയറാൻ ഒക്കാത്തതുകൊണ്ട് അവൻ കയറുമ്പോൾ അരയിലൊരു ചങ്ങലയും കെട്ടിക്കൊണ്ടാണ് കയറുന്നത്. അകത്ത് കയറിയിട്ട് അവൻ മരിച്ച് വീണ കുറെ നേരം കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി വരാതിരിക്കുമ്പോൾ ആ ചങ്ങല വലിച്ച ഡെഡ് ബോഡി വെളിയിൽ ഇറക്കുന്നത്. വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് പേടിച്ച് വിറച്ച് അങ്ങോട്ട് പാനൊക്കത്തുള്ളൂ. ഞാൻ തിരിച്ചു വരുമോന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് കയറുക, എല്ലാരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് യാത്ര പറഞ്ഞ് പേടിച്ച് വിറച്ച ഭയപ്പെട്ട ഞാൻ പോലും അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നതെന്ന് മോശ പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയതിനെ കുറിച്ച് എഴുതിയിരിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ കേൾക്കണമോ? അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിലുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനം വരെ അടുത്തു ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനം വഴി അടുത്ത് ചെല്ലുക. വരച്ചോണ്ട് ചെല്ലണ്ട, പേടിച്ചോണ്ട് ചെല്ലണ്ട, മുട്ടടിച്ച് ചെല്ലണ്ട, യാത്ര ചെയ്യേണ്ട. എപ്പം ചെല്ല? ആണ്ടിലൊരിക്കലല്ല, തൽസമയത്ത് സഹായത്തിലുള്ള കൃപ ലഭിക്കണം. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉള്ളപ്പോൾ നീ ചെന്ന് നിന്റെ വീട്ടിൽ ഒരു പായിട്ട് മുട്ടുകുത്തുമ്പോൾ കീറ്റപ്പായായിക്കൊള്ളട്ടെ, ആ കീറ്റപ്പായിൽ മുട്ടുകുത്തുമ്പോൾ നീ എവിടെ തൊട്ടെന്നറിയാമോ? കൃപാസനത്തെ തൊട്ടോണ്ടാ പ്രാർത്ഥിക്കുന്ന. അത്രയ്ക്ക് അടുത്താണ് കൃപാസനം. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? പ്രൈസ് ദി ലോർഡ്. കൃപാസനം വരെ അടുത്ത് ചെല്ലുക. അതിന്റെ പേര് കൃപയുടെ ഇരിപ്പിടമെന്നാണ്. അവിടേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്ക് അവിടെ കയറാനുള്ള കാരണം രക്തത്തിന്റെ അടയാളം നിന്റെ മേലുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടോ നോക്കിയേ, വന്ന ആളുകളെ അങ്ങോട്ട് ഇങ്ങോട്ടോ നോക്കിയേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോരയുടെ പാട് കാണാൻ കഴിയുന്നുണ്ടോ? അവരുടെ ദേഹത്ത് എവിടെയെങ്കിലും ചോര തെളിച്ച് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷേ ദൈവം നിന്ന് നോക്കുമ്പോൾ അവരുടെ മേലെല്ലാം രക്തം തെളിച്ചിട്ടുണ്ട്. ഏത് രക്തമാണ്? യേശുവിന്റെ പരിശുദ്ധ രക്തം. യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അടയാളം ഉള്ളത് കൊണ്ട് ദൈവസ്ഥലം ഒന്ന് ധൈര്യമായിട്ട് കൈയൊക്കെ പൊക്കി സ്തോത്രം പറയാനൊക്കുന്നത്. അല്ലെങ്കിൽ അകത്ത് പ്രാഗൽഭ്യം ഉണ്ടാകത്തില്ല. അകത്തോട്ട് കയറി വരാൻ നിനക്കൊന്ന പ്രാഗൽഭ്യം രക്തത്തിന്റെ ശക്തിയാണ്. ആ കൃപയാൽ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നീ പേടിക്കേണ്ട. കാരണം കൃപാസനത്തിൽ രക്തം തളിച്ചിട്ടുണ്ട്. നിന്റെ മേൽ തളിക്കപ്പെട്ട രക്തം തന്നെ ദൈവത്തിന്റെ കൃപാസനത്തിൽ തളിച്ചിട്ടത് കൊണ്ട് പ്രാഗൽഭ്യത്തോടെ നിനക്ക് കടന്നു ചെന്ന പിതാവേത് വിളിച്ച നിന്റെ ആവശ്യങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യന് കിട്ടുന്ന കൃപയാലാണ്. ദൈവത്തിലെ നന്മകൾ മനുഷ്യന് കിട്ടുന്ന കൃപയാലാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടായെങ്കിൽ കൃപയാലാണ്. സ്വതന്ത്രം. അതുകൊണ്ട് നിനക്കെതിരെ പിശാച് ഉന്നയിക്കുന്ന ഒരാരോപണവും ദൈവത്തിന്റെ അടുക്ക വില പോകത്തില്ല. കൃപയാൽ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഇങ്ങനെ കുറെ ആളുകൾക്ക് കൃപ കൊടുത്തതിനെ കുറിച്ച് നാട്ടുകാർ തർക്കിക്കാൻ വന്നാൽ ഇത് സംബന്ധിച്ച് നാം എന്തോ പറയേണ്ടത്? പൗലോസ് ചോദിക്കുക. ഇതിനെ സംബന്ധിച്ച് നമ്മളെന്താ പറയാനോ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇതിനെ കുറിച്ച് നമ്മളെന്താ പറയാനോ? എന്താ മറുപടി പറയാനോ? ഈ മറുപടി ഞങ്ങൾക്കുള്ളൂ. ഈ മറുപടി ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി വേറെ ഒരു മറുപടി ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൃപ കിട്ടിയത്? ഞങ്ങൾക്ക് ഇത്രേ അടുത്തുള്ളൂ. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി. അതിനപ്പുറത്തൊന്നും അറിയത്തില്ല. എന്തുകൊണ്ടാ പുസ്തകം എടുത്തത്? നീ ഇങ്ങനെ നടക്കുന്ന, നീ എന്നു മുതലാ വിശുദ്ധിയായത്? നിനക്ക് എന്നാ ഇത്രയും കിടന്ന് ഒച്ച വെക്കാനുള്ള കാര്യം? മറുപടി ഇതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇത്ര അറിയാം. ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഉറപ്പുള്ളവർ അങ്ങോട്ട് കയ്യെ പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ്. ഓ, ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം അറിയുവാൻ ദൈവം എനിക്കിടയാക്കി. അവന്റെ കൃപ അനുഭവിപ്പാൻ എനിക്കിടയാക്കി. ഏകപക്ഷീയമായി അവൻ എന്റെ പേരിൽ ചൊരിഞ്ഞ ആ കൃപയുടെ വലിപ്പം എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്കിടയാക്കി. ആ കൃപയാണ് എന്നെ നടത്തുന്നത്. രാവിലെ ഉണരുന്നവന്റെ കൃപയാൽ, വൈകിട്ട് കിടക്കാൻ പോകുന്നവന്റെ കൃപയാൽ, ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവന്റെ കൃപയാൽ, ഞാൻ ജീവിക്കുന്നവന്റെ കൃപയാൽ, ഞാൻ രക്ഷിക്കപ്പെടുന്നവന്റെ കൃപയാൽ, ഞാൻ സന്തോഷിച്ചവന്റെ കൃപയാൽ, അഭിഷേകം പ്രാപിച്ചവന്റെ കൃപയാൽ, എന്റെ ജീവിതത്തിലെ സകലം അവന്റെ കൃപ. അവന്റെ കൃപ ഒന്നും എന്റെ
യോഗ്യത കൊണ്ട് കിട്ടിയെന്ന് എനിക്ക് പറയുവാനില്ല. അങ്ങനെ പുകഴുവാൻ എനിക്കൊന്നുമില്ല. ഒരു ജഡവും ദൈവത്തെ പ്രശംസിക്കാതിരിക്കേണ്ടതിന് എല്ലാം ദൈവം കൃപയായി നൽകി. നമ്മുടെ ദൈവത്തിന് തീഷ്ണത പ്രത്യേകം മനസ്സിലാക്കണം. അവനെ കുറിച്ച് എഴുതിയിരിക്കാമോ? തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ സലസായ തീഷ്ണതയുള്ള ദൈവമാണ്. എന്താ അതിന്റെ അർത്ഥം നമ്മൾ എഴുതിയിട്ടുണ്ട്? തന്റെ മഹത്വം അവൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം ദൈവം കൃപ തന്നത്, സൗജന്യമായി തന്നത് വാങ്ങിച്ചിട്ട് നിന്റേതാണെന്ന് കൊണ്ട് പറഞ്ഞു നടക്കൽ കേട്ടോ. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ 40 ദിവസം ഉപവാസം എടുത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറയരുത്. ഉപവാസം എടുത്ത് കഴിഞ്ഞായിരിക്കും കിട്ടിയത്. ചരിത്രപരമായി ശരിയായിരിക്കും, പക്ഷേ അതിന്റെ കാരണം അതല്ല. കാരണം കൃപയാണ്. കൃപ കൊണ്ട് ദൈവം തന്നതാണ്. നീ ഉപവാസം എടുത്താലും എടുത്തില്ലെങ്കിൽ ഉപവാസം എടുക്കാൻ നല്ലതാണ്, പക്ഷേ അതിന് പകരമായിട്ട് പരിശുദ്ധാത്മാവിനെ തരത്തില്ല. അത് ദാനമാണ്. ഞാൻ 3 ദിവസം നോയമ്പെടുത്തോണ്ട് രക്ഷ കിട്ടിയെന്ന് ആർക്കും പറയാനൊക്കെയല്ല. രക്ഷ ദാനമാണ്. ഞാൻ മുട്ട നീന്തിയത് കൊണ്ടോ നേർച്ച കിട്ടത് കൊണ്ടോ രക്ഷ കിട്ടിയെന്ന് പറയാനൊക്കത്തില്ല. ദാനം, ദാനം, ദാനം. ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തേച്ച് ഇങ്ങോട്ട് വാങ്ങിക്കാനൊക്കത്തില്ല. കാരണം ദൈവം സമ്പന്നനായ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ നമ്മുടെ പക്കലുണ്ടോ? നമ്മുടെ കയ്യിലുള്ള കുറെ രൂപ അങ്ങോട്ട് 1000 രൂപ അങ്ങോട്ട് കൊടുത്താൽ ദൈവം നമുക്ക് ഒരു കടലാസ്, ദൈവം ഉണ്ടാക്കിയ കാട്ടിലെ ഈ ഈറയെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ഈ മില്ലിലിട്ട് അരച്ച് ഉണ്ടാക്കിയ പേപ്പറെ കുറെ പടമുള്ള അച്ചടി നടത്തി. അത്രയുള്ള ദൈവത്തിനത്. നിന്റെ 1000 രൂപയോ 10,000 രൂപ, ലക്ഷം രൂപ എന്നും ദൈവത്തിന് പറയും കടലാസ് കഷണം. നിന്റെ സ്വർണം കൊണ്ട് ദൈവത്തിന് നേർച്ച കൊടുത്താലോ? സ്വർണം കൊടുത്താലും മണ്ണിൽ ദൈവം ഉണ്ടാക്കിയ മഞ്ഞ നിറമുള്ള ചെളിയാ സ്വർണം. മഞ്ഞ നിറമുള്ള മണ്ണെന്നേ ഉള്ളൂ. മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തത് വെള്ളിയാണെങ്കിലും പ്ലാറ്റിനമാണെങ്കിലും നിന്റെ പക്കലുള്ളത് ഒന്നും അങ്ങോട്ട് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. നിന്റെ എണ്ണ കൊടുത്താലും നിന്റെ മെഴുകുതിരി കൊടുത്താലും അത് വാങ്ങിച്ചെടുത്ത് രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല. കാരണം ഒന്നിന്റെയും കുറവ് അവിടെ ഇല്ലല്ലോ. ഒന്നിനും കുറവില്ലാത്ത ദൈവത്തിന്റെ അടുക്കൽ ഇങ്ങോട്ട് വല്ലതും തരണമേ എന്ന് ചോദിച്ച് അവൻ നിനക്ക് കൃപ തരുന്നത് വാങ്ങുവാൻ അല്ലാതെ അങ്ങോട്ട് കൊടുത്ത് ഒന്നും നേടാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് പലർക്കും രക്ഷ അവകാശമാക്കാൻ കഴിയാത്തത്. ദാനമായോണ്ടാണ്. ദാനം മനുഷ്യന്റെ ഈഗോയെ പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ വല്ലതൊക്കെ ചെയ്തിട്ട് വാങ്ങിച്ചാണ് ഞങ്ങൾക്കൂടെ അതിനകത്ത് പങ്കുണ്ടല്ലോ. ഒന്നുമില്ല, നീ ഒന്നുമില്ലെന്നും പറഞ്ഞ് വന്നാ തരാമെന്നാണ്. കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക കാലത്ത് ചെറിയ കുടിലുകളിലെല്ലാം താമസിക്കുന്ന ആളുകളുടെ വീടുകൾ മുങ്ങിപ്പോകുമ്പോൾ സ്കൂളിലോ അതുപോലെയുള്ള പൊതു കെട്ടിടത്തിൽ അവർ വന്ന് കൂട്ടമായി താമസിക്കും, വെള്ളം ഇറങ്ങിപ്പോകുന്നവരെ. ആ സമയത്ത് ഗവൺമെന്റിൽ നിന്ന് അവർക്ക് ആഹാരം കൊടുക്കും. ആഹാരം കൊടുക്കുന്നതിന് പറയുന്ന ഒരു പേരുണ്ട്, കഞ്ഞി വീഴ്ത്തെന്ന. കഞ്ഞി വീഴ്ത്തെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പാത്രവും പിടിച്ചോണ്ട് നിൽക്കണം, ലൈനിൽ നിൽക്കണം, ക്യൂബിൽ നിൽക്കണം. അന്നേരമാണ് അവിടെ തഹസീൽദാർ ഓഫീസിൽ നിന്നോ കളക്ടർ ഓഫീസിൽ നിന്നോ വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് കഞ്ഞി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കണം. അങ്ങനെ നിൽക്കാൻ മനസ്സുള്ളവനാ രക്ഷ കിട്ടുന്ന. എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത് കേൾക്കാനുണ്ട്. രക്ഷ കിട്ടുന്ന ആത്മീയ അനുഭവത്തിൽ നിന്റേതൊന്നും ചെലവാകത്തില്ലെന്ന് ബോധ്യം വന്ന് നിന്റെ അകത്തെ ആത്മീയ പട്ടിണി തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് നിന്നെ തന്നെ താഴ്ത്തി നീ ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്ന അവസരത്തിലാണ് ദൈവം നിനക്ക് രക്ഷദാനമായി തരുന്നത്. നിന്റെ പൊങ്ങച്ചം കൊണ്ട് കയറി ചെന്ന് നിന്നെ എഴുന്നേറ്റ് ബഹുമാനിച്ച് രക്ഷ വെച്ചു തരത്തില്ല. നിന്റെ അനുതാപത്തിലോ നിന്റെ പശ്ചാത്താപത്തിലോ നിന്റെ നിലവിളിയിലോ നിന്റെ കണ്ണീരിലും ദൈവത്തിന്റെ അടുക്കൽ താഴ്മയോടെ കടന്നു എന്ന് ഒരു യാചകനെ പോലെ യാചിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ രക്ഷ നൽകി തരും. അവന്റെ കൃപ. എന്നാൽ നിന്റെ മനോഭാവം അങ്ങനെ ആയി കഴിയുമ്പോൾ അവൻ തരാൻ പോകുന്ന കൃപയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ പറയാ, കൃപയുടെ ആത്യന്ത ധനം. കൃപ നിന്നെ അഭയാർത്ഥിയായിട്ട് എന്നും നിർത്തത്തില്ല. കയറുന്നിടത്ത് മാത്രം അങ്ങനെ നിന്നാ മതി. അവിടെ മുതൽ നീ ധനവാനാകുക. എന്തിന്റെ ധനവാനാ? കൃപയുടെ ധനവാൻ. ദൈവകൃപയുടെ ധനവാനാക്കി നിന്നെ മാറ്റുക. കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ മുദ്രയിട്ട് തന്നിരിക്കുക. പരിശുദ്ധാത്മാവിനെ മുദ്ര തന്നവർക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇത് വെറും അഡ്വാൻസ് മാത്രമാണ്. ഇത്രയും വലിയ അഡ്വാൻസ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ മുദ്ര അഡ്വാൻസ് ആയിട്ട് തന്നെങ്കിൽ ഇനി തരാൻ പോകുന്ന എന്താണെന്ന് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ
നിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കൃപയുടെ ആത്യന്തധനം വരും കാലങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ കൃപയുടെ ആത്യന്തധനമാണ് എന്റെ ധനം. എന്റെ ധനസമൃദ്ധി കൃപയുടെ ധനമാണ്. ഹല്ലേലൂയ. ആ കൃപയ്ക്കകത്ത് വെക്കാത്ത ഒരു കാര്യവുമില്ല. ആ കൃപയ്ക്കകത്ത് ദൈവം പാഴ്സൽ ചെയ്യാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടി ആവശ്യമായതൊക്കെയും അതിനകത്ത് വെച്ച് തന്നിരിക്കുക. ആ കൃപയുണ്ടെങ്കിൽ ബാക്കി എല്ലാം അതിനകത്തുണ്ട്. ആ വാക്യമാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ മടിയിരുന്ന ഓമന പുത്രനെ കാൽവറിയിലേക്ക് വലിച്ചെന്ന് തകർത്ത് കളഞ്ഞിട്ട് നിന്നെ വിലക്കെടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ ഇനി എന്തെങ്കിലും തരാൻ ദൈവം മടിക്കുമോ? ഒരാനയെ ഒരാള് നിങ്ങൾക്ക് സംഭാവന എന്ന് വിചാരിക്കുക. രാവിലെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ആനയെ സംഭാവന എന്നിട്ട് പറയുകയാണ്, ആനയെ തന്നു, പക്ഷേ ഇതിന്റെ തോട്ടി തരത്തില്ല. ആനയെ കൊണ്ടു നടക്കാനുള്ള തോട്ടി ഉണ്ടല്ലോ, കമ്പ്, അതെനിക്ക് വേണം. ആനയെ തരുന്നവർ തോട്ടി തരാതിരിക്കുമോ? പേർഷ്യൻ അമ്മാമ്മ വന്നപ്പോൾ വില കൂടിയ ഒരു സാരി കൊണ്ട് തന്നിട്ട് പറഞ്ഞ് ഈ പൊതിഞ്ഞ ഈ കൂടിങ്ങ് തിരിച്ചു തരണം, പ്ലാസ്റ്റിക് കൂട്. സാരി തരാമെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് കൂട് തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ പിന്നെ ബാക്കി വല്ലതും തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ പിന്നെ രോഗശാന്തി തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ പിന്നെ വിടുതൽ തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ പിന്നെ ഒരു കുടുംബത്തെ തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ പിന്നെ മക്കളെ തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ ഒരു വീട് തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ നിനക്കൊരു ശുശ്രൂഷ തരാതിരിക്കുമോ? യേശുവിനെ തരാമെങ്കിൽ ഇനി എന്തുവാ തരാത്തത്? യേശുവിനെ തരാമെങ്കിൽ അവനൊപ്പം പറയാനൊരാളില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല, അവനോട് സദൃശൻ ആരുമില്ല. അവന് നിനക്ക് ദാനം തരാമെങ്കിൽ ഇനി ദൈവം ഏതെങ്കിലും പിടിച്ചു മാറ്റി വയ്ക്കുമോ? ഇല്ല, 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 ഇല്ല. കൃപയ്ക്കകത്തെല്ലാമുണ്ട്, എല്ലാമുണ്ട്, മുഴുവനുമുണ്ട്. എന്നാൽ ഇത് ഏറ്റെടുക്കണമെങ്കിൽ നിന്റെ ഭാഗത്തുണ്ടാകേണ്ട കാര്യത്തിന്റെ പേരാ വിശ്വാസം. ദൈവം കൃപ തരുന്നു, കൃപയ്ക്കകത്ത് എല്ലാം തന്നിരിക്കുന്നു. പക്ഷെ നിനക്ക് അനുഭവമാണെങ്കിൽ വിശ്വാസത്താലേ അനുഭവമാകത്തുള്ളൂ. കൃപയോടുള്ള മനുഷ്യാത്മാവിന്റെ പ്രതികരണമാണ് വിശ്വാസം. കൃപ എല്ലാവർക്കും കൊടുത്താലും വിശ്വസിക്കാത്തവൻ അത് നഷ്ടപ്പെടുത്തുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എല്ലാവർക്കും രക്ഷയ്ക്കുള്ള ദൈവകൃപ ഉദിച്ചെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. നാശിലേക്ക് പോകുന്ന വഴി വീതിയുള്ള വിശാലമായത്, അതിലെ പോകുന്നവർ അനേകരാ. ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കമുള്ള അതിലെ പോകുന്ന ഒരു ചുരുക്കം പേരാ. എന്താ കാര്യം? കൃപയെ അവർ ഉപയോഗിച്ചില്ല. കൃപയെ എങ്ങനെ ഉപയോഗിക്കണം? വിശ്വാസത്താൽ. എബ്രായർ 11:6 വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വളരെ സിമ്പിളായ ഒരു വാക്യമാണെങ്കിലും നിന്റെ അനുഗ്രഹത്തിന്റെ മുറിയുടെ സ്വർണ്ണ താക്കോല. നാ മുറി തുറക്കണ ഈ താക്കോൽ എടുത്തോണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാ. വിശ്വാസമില്ലയോ മുറി തുറക്കാനൊക്കത്തില്ല. താക്കോലല്ല. എന്താ വിശ്വസിക്കണം? ദൈവം ഉണ്ടെന്ന്. അത് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ടല്ലോ. എല്ലാ മനുഷ്യരും ദൈവം നിരീശ്വരവാദിയെന്ന് പറയുന്നവരുടെ മനസ്സിൽ പോലും അവർക്കറിയാം ദൈവം ഉണ്ടെന്ന്. പിന്നെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് എന്താ അർത്ഥം? എവിടെയെങ്കിലും ഒരു ദൈവം ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനല്ല. എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് എന്റെ ഒരു ദൈവമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. എന്റെ ആവശ്യങ്ങൾ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എനിക്കുണ്ട്. ദൈവമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. അവര് പറയുന്ന ദൈവമല്ലേ, എനിക്കൊരു ദൈവമുണ്ട്. അവര് വിശ്വസിക്കുന്ന വിശ്വാസമല്ലേ, എനിക്ക് എന്റെ ദൈവമുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ കരയുമ്പോൾ എന്നെ ആശിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിഷമിക്കുമ്പോൾ എന്നെ തലോടുന്ന ഒരു ദൈവമുണ്ട്. ഒരു മനുഷ്യന്റെ ദേഹത്ത് തൊട്ടതുപോലെ ഒരു കൈ എന്റെ ദേഹത്ത് തൊട്ടില്ലെങ്കിലും എന്റെ ദൈവം എന്നെ സ്പർശിച്ചെന്ന് എനിക്കറിയാം. ഒരശരീരി ശബ്ദം ഞാൻ കേട്ടില്ലെങ്കിലും എന്റെ അകത്ത് ദൈവശബ്ദം കേൾക്കുന്നത് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതായി തെളിവുകളൊന്നും എന്റെ പക്കലില്ലെങ്കിലും എന്റെ അകത്ത് എനിക്ക് ഉറപ്പുണ്ട് ദൈവശബ്ദം ഞാൻ കേട്ടുവെന്ന്. അവൻ എന്നോട് സംസാരിച്ചെന്ന് എനിക്കറിയാം. അവൻ സംസാരിച്ചോ? നീ കേട്ടോ? നീ അശരീരി കേട്ടോ? അശരീരിയെ കേട്ടിട്ടില്ല. പിന്നെങ്ങനെ അവൻ സംസാരിച്ചത്? എനിക്കറിയാം സഹോദര, എനിക്കറിയാം. നിനക്ക് തെളിവ് തരാൻ എന്റെ കയ്യിൽ ഇല്ലായിരിക്കും, പക്ഷേ എന്റെ അകത്ത് എനിക്കറിയാം എന്റെ ദൈവം എന്നോട് സംസാരിച്ചെന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ ഈ ഭാഷ?
ദൈവം നിന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ദൈവം നിന്നെ തൊട്ടിട്ടുണ്ടോ? ദൈവം നിന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ടോ? ക്ഷീണിച്ച് മടുത്ത് നിന്റെ കിടക്കയിൽ ഇനി നീ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് വയ്യ കർത്താവേ വയ്യ എന്ന് പറഞ്ഞ് മടുത്ത് കിടന്നപ്പോൾ നീ അറിയാത്തൊരു ശക്തി നിന്റെ അകത്ത് വ്യാപരിച്ച് നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച അനുഭവം നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ എങ്ങനെയാകുന്നോർത്ത് പേടിച്ച് വിറച്ച് രാത്രി കിടന്ന് കരഞ്ഞിട്ട് എങ്ങനെ ജീവിതം നീ മുന്നോട്ട് നയിക്കുമെന്നറിയാതെ നാളെ നേരം വെളുക്കുമ്പോൾ മനുഷ്യന് നോക്കുവാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെട്ടെങ്കിലും നേരം വെളുത്തപ്പോൾ നിന്റെ അകത്ത് സന്തോഷത്തിന്റെ തലയടിച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് അത്ഭുതകരമായി ദൈവ പരിഹാരം നൽകുമെന്നുള്ള ഉറപ്പ് തന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച അനുഭവമുണ്ടോ? നിനക്കൊരു ദൈവമുണ്ടോ? ഉണ്ട്. എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. നല്ലവനായ ഒരു ദൈവമുണ്ട്. ദൈവം നല്ലവനാണ്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് മനുഷ്യർക്കുള്ളത്. ദൈവത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ ധരിച്ചിരിക്കുന്ന പെട്ടെന്ന് ശുണ്ഠി പിടിക്കുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് കോപിക്കുന്ന, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്ന പ്രായമുള്ള ഒരു അപ്പച്ചനെ പോലൊരു ദൈവമായിട്ടാണ്. എല്ലാത്തിനും പെട്ടെന്ന് നോക്കി എന്തെങ്കിലും കൊച്ചു കൊച്ചു എനിക്കറിയാതെ നീ കാണിക്കും എന്നും പറഞ്ഞ് തല്ലാനായിട്ട് ഒരു ചൂരപടിയുമായിട്ട് ഇങ്ങനെ പുറകിയിരിക്കുക. സൂക്ഷിച്ച് നടന്നോണേ, പേടിച്ച് നടന്നോണേ, എപ്പോഴും അടി വരുന്ന അറിയത്തില്ല. അങ്ങനത്തെ ഒരു ദൈവമാണോ നിന്റെ ദൈവം? എന്റെ ദൈവം അങ്ങനത്തെ ദൈവമല്ല. എന്റെ ദൈവം നല്ല ദൈവമാണ്. അവൻ എല്ലാവർക്കും നല്ലവൻ. അങ്ങനെ പാട്ടുണ്ട്, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ. ദൈവം നല്ലവൻ, എനിക്ക് നല്ലവനാ. എന്റെ ദൈവം എനിക്ക് നല്ലവനാ. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നോട് ചേർന്ന് പറയണം, എന്റെ ദൈവം എനിക്ക് നല്ലവൻ. എന്റെ ദൈവം നല്ല ദൈവം. അടുത്ത ആളുടെ കയ്യെ പിടിച്ച് അവരോട് എന്റെ ദൈവം നല്ല ദൈവമാ, എന്റെ ദൈവം നല്ല ദൈവമാണ്. പലരുടെയും വിചാരം അവളുടെ സ്വഭാവം പോലെ ദൈവത്തിന്റെ സ്വഭാവം എന്നാ. നിന്റെ സ്വഭാവം പോലല്ല ദൈവത്തിന്റെ സ്വഭാവം. നീ ആണെങ്കിൽ എല്ലാത്തിനും പിണങ്ങിയിരിക്കുന്നവനാ. അതുപോലെ ദൈവം എല്ലാത്തിനും പിണങ്ങിയിരിക്കുമെന്ന് ധരിക്കരുത്. ദൈവത്തെ നീ അറിഞ്ഞിട്ടില്ല, നീ അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവത്തെ ഇവിടെ വെച്ചൊന്നും അറിഞ്ഞ് തീരത്തില്ല. ദൈവത്തിന്റെ വലിപ്പം നീ അറിയണമെങ്കിൽ ഇത്ര ഓർത്താവൻ. നിന്നെ ഇത്രയും നാൾ ദൈവം സഹിച്ചല്ലോ, അത് ഓർത്താൽ തന്നെ അറിയാമല്ലോ ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ! നല്ല ദൈവം, നല്ല ദൈവം എന്ത് ചെയ്യും? നന്മയെ ചെയ്യത്തുള്ളൂ. തിന്മയ്ക്ക് വേണ്ടി ശത്രു ചെയ്താലും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ദോഷത്തിന് വേണ്ടി ശത്രു ചെയ്താലും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. സകല ദോഷങ്ങളെ തിന്മകളെ കൂട്ടിച്ചേർത്ത് സകലത്തെയും നന്മയ്ക്കാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അത് പറഞ്ഞ് ചിലതൊക്കെ, പലതും, കുറെയൊക്കെ, സകലവും 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 നന്മയ്ക്ക്. ആർക്കാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. രക്ഷിക്കപ്പെടാത്തവരുടെ വീട്ടിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവിടെ ചെന്ന് കയറി ഈ വാക്യം പറഞ്ഞവനെ ആശ്വസിപ്പിക്കില്ല കേട്ടോ. അവനുള്ള വാക്യമല്ല ഇത്. രക്ഷിക്കപ്പെടാതെ ദൈവത്തെ വിളിക്കാതെ ജീവിക്കുന്നവരുടെ വീട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാലും അവിടെ ചെന്ന് എല്ലാം നന്മയ്ക്കാണ്, വിഷമിക്കേണ്ടെന്ന് പറയേണ്ട. അവന്റെ കാര്യമല്ല, നിന്റെ കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിന്റെ കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, അവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാത്തിനെയും നന്മയ്ക്കാക്കുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. എന്റെ മക്കള് ഭൂമിയിൽ ശരിക്കും നാണം കെട്ട് ജീവിക്കുകയാണ്. എനിക്ക് സന്തോഷമായി. എന്റെ മക്കൾ ഭൂമിയിൽ ശരിക്കും പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി നാട്ടുകാരെല്ലാം പരിഹസിച്ച് നിന്ദിച്ച് എത്ര കൊല്ലമായി, 3-4 തലമുറയായി എന്നെ അവർ സേവിക്കുന്നു. അങ്ങനെ കിടക്കട്ടെ, എനിക്കിഷ്ടമായി എന്ന് പറയുന്നൊരു ദൈവമാണോ സ്വർഗത്തിലെ ദൈവം? ചിലരുടെ ദൈവം അങ്ങനെ. ആ സ്വഭാവത്തിന് പറയുന്ന പേര് സാഡിസമാണ്. സാഡിസം. എന്റെ ദൈവം സാഡിസ്റ്റ് അല്ല. മറ്റുള്ളവരുടെ കഷ്ടതകളിൽ സന്തോഷിച്ചിരിക്കാൻ ദൈവമല്ല. കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷെ ആ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിലാണ് അവൻ ഏറ്റവും അടുത്ത് രുചിച്ചറിയാൻ പോകുന്നത്. കഷ്ടങ്ങളിലാണ് അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. അവന്റെ ഉള്ളം കയ്യിലാ. നീ വേദന സഹിക്കുമ്പോൾ അവൻ നിന്നെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പറയും, പേടിക്കണ്ട കേട്ടോ, നിന്നെ എന്റെ കയ്യിൽ ഞാൻ വരച്ചു വെച്ചിരിക്കുക. അല്ലാതെ നീ കഷ്ടപ്പെട്ട എനിക്കിഷ്ടമായിപ്പോയി, സന്തോഷമായിപ്പോയി കേട്ടോ, എന്റെ മക്കളെ ശരിക്കും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നാണം
നാണം കെട്ട് തകർന്ന് തരിപ്പണമായി ഒരു ഗതിയും പിടിക്കാതെ നടക്കുന്നു. എനിക്കിപ്പോ സന്തോഷമായി എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ദൈവം, തന്നെ സേവിക്കുന്നവർക്ക് ഉടമസ്ഥനായി നിൽക്കുന്ന ദൈവം, തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി പരിപാലകനായി നിൽക്കുന്ന ദൈവം. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന എന്റെ ദൈവം, അന്വേഷിച്ചാൽ കണ്ടെത്തുന്നവനായ എന്റെ ദൈവം, ഞാൻ അവന് വേണ്ടി പ്രവർത്തിച്ചാൽ അവൻ എനിക്ക് ഉത്തരമല്ലെന്ന ദൈവമാ. വേദപുസ്തകം എടുത്തുകൊണ്ട് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാൻ വന്നത് വെറുതെ ഇവിടുന്ന് വിടത്തില്ല. ദൈവം തന്നെ അനുഗ്രഹിച്ച വിടത്തോട് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാ. തനിക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അവൻ നിനക്ക് വേണ്ടി നിൽക്കും. നീ അവനെ മാനിച്ചാൽ അവൻ നിന്നെ മാനിക്കും. നീ അവന്റെ കാര്യം നോക്കിയാൽ അവൻ നിന്റെ കാര്യം നോക്കും. നീ അവന്റെ ഭാരമെടുത്താൽ അവൻ നിന്റെ ഭാരമെടുക്കും. വിശ്വാസം, ഇതിനുള്ള വിശ്വാസം. എന്താ വിശ്വാസം? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വാസമാണ് താക്കോൽ. ഈ ഒരു വാക്യം വായിക്കണം, മർക്കോസ് 9:23. യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്നോ പറഞ്ഞു. യേശു പറയുന്നു, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. All things are possible to them that believe. വിശ്വസിക്കുന്നവർക്ക് എല്ലാം കഴിയും. ആരുടെ കാര്യം പറയുന്നു? കൊറിയയിൽ വിശ്വസിക്കുന്ന കാര്യമായിരിക്കും അല്ലേ? സൗത്ത് അമേരിക്ക വിശ്വസിക്കുന്ന കാര്യമാണോ? വിശ്വസിക്കുന്നത് സകലവും കഴിയുമെന്നിലേക്ക് നിന്റെ കാര്യമാണ്. ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കേണ്ട സകലവും എനിക്ക് കഴിയും. അതാണ് പൗലോസ് എഴുതി, I can do all things through Christ Jesus who strengthens me. പൗലോസ് എഴുതി, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ചിലതൊക്കെ എനിക്ക് കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവരാകുന്നു. വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ കർത്താവ് സകലത്തിനും എന്നെ ശക്തിപ്പെടുത്തും. എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. അസാധ്യമായിട്ടൊന്നുമില്ല. എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്താ കാര്യം? മഹാദൈവം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ശക്തി വിശ്വസിക്കാൻ വേണ്ടി വ്യാപരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സകലവും സാധ്യം. ദൈവത്തിന് സകലവും സാധ്യം. മർക്കോസ് സുവിശേഷത്തിൽ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ദൈവത്തിന്റെ സാധ്യത നിന്റെ സ്വന്തമാകുന്ന വിശ്വാസത്തിന്റെ വഴിയിൽ കൂടെ. ഇടുക്കി ഡാമിലുള്ള വെള്ളം മൂലമറ്റത്തുള്ള പവർ ഹൗസിൽ വെച്ച് ആ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറി. അവിടെ നിന്ന് അലൂമിനിയം കമ്പികൾ വഴി തിരുവല്ലായിൽ വന്നു. ഇവിടുത്തെ ഈ പ്ലഗിൽ വയറ് കുത്തിയാൽ ലൈറ്റ് കത്തും, ഫാൻ കറങ്ങും, ഫ്രിഡ്ജ് വർക്ക് ചെയ്യും, TV വർക്ക് ചെയ്യും, എയർ കണ്ടീഷണർ വർക്ക് ചെയ്യും. എങ്ങനെ സാധിച്ചു? അവിടുത്തെ പവർ ഹൗസിലെ അവിടുത്തെ ജനറേറ്റർ ഉണ്ടാക്കിയ ഇലക്ട്രിക് പവർ നിന്റെ പെരയ്ക്കകത്ത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് വന്ന കണക്ഷൻ അലൂമിനിയം കമ്പിയാണ്. ഇതുപോലെ സ്വർഗത്തിന്റെ പവർ ഹൗസിലുള്ളതായ ശക്തി, അവിടുത്തെ സാധ്യതകൾ നിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കോണം വേണ്ടി വരുന്ന ആ കണക്റ്റിംഗ്
ലിങ്ക്, ആ കണക്ട് ചെയ്യുന്ന അലൂമിനിയമാണ് വിശ്വാസം. ക്രൈസ്തലം, ആ സാധ്യത ഇവിടെ നിനക്ക് നിന്റെ സ്വന്തം ജീവിതത്തിൽ അനുഭവിപ്പാത്ത കൊണ്ടെത്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു റിസർവോയറിൽ, ഒരു ടാങ്കിലുള്ള വെള്ളം, ഉയരത്തിലുള്ള ടാങ്കിലെ വെള്ളം നിന്റെ അടുക്കളയിലെ ആ ടാപ്പ് തിരിക്കുമ്പോൾ പൈപ്പിനകത്തൂടെ ചാടി വരും. ആ ടാപ്പാ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ടാപ്പ് തിരിച്ചാൽ മതി, പക്ഷെ കണക്ഷൻ വേണം കേട്ടോ. കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ബ്ലോക്ക് ഉണ്ടെങ്കിലൊക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ഉണ്ടൊക്കെയില്ല. ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും വരാത്ത. ബ്ലോക്ക് മാറ്റാനാണ് അഭിഷേകത്തിന്റെ പുഷ്ടി. അഭിഷേകത്തിന്റെ പുഷ്ടി കൊണ്ടാണ് ബ്ലോക്ക് മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും ഒഴുക്കിന് തടസ്സം നേരിട്ടിരിക്കുന്നെങ്കിൽ അത് മാറ്റാൻ, ആ ബന്ധനം മാറ്റാനാണ് അഭിഷേകത്തിന്റെ പുഷ്ടി. അഭിഷേകത്തിന്റെ പുഷ്ടിയാണ് മുഖത്തെ തകർക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തുറക്കാനുള്ള താക്കോൽ അതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് എഴുതിയതിന്റെ മുകളിൽ എഴുതിയിരിക്കുകയാണ്. എന്താണ് വിശ്വാസം? അകത്ത് ആശ ഉണ്ടായിരിക്കെ ആശ ദൈവം സാധിപ്പിക്കുമെന്ന് ഉറക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. ഈ ദൃശ്യമായ ലോകത്തിൽ ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറും. ദൈവം ഈ ലോകത്തെ അദൃശ്യമായ കാരണങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നെന്ന് വിശ്വാസത്താൽ നാം അറിയുന്നു. എന്താ അദൃശ്യമായ കാരണം? ദൈവത്തിന്റെ വചനം. ദൈവം നിന്നോട് പറഞ്ഞ വചനം ഏത് പ്രതികൂലമുണ്ടെങ്കിലും ദൈവം നിവർത്തിക്കുമെന്ന് നിന്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ പേരാ വിശ്വാസം. ചുറ്റും മൂടാപ്പ, ചുറ്റും മൂടൽമഞ്ഞ, ചുറ്റും കാർമേഘമ, ഇതിനപ്പുറം ഒന്നും എനിക്ക് കാണാൻ വയ്യ. സമ്മതിച്ചു. വിശ്വാസത്താൽ നീ ഒന്ന് എത്തിക്കുത്തി നോക്കിക്കേ. ആ മൂടാപ്പിനപ്പുറത്ത്, ആ മൂടൽമഞ്ഞിനപ്പുറത്ത് ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി നിന്റെ കാത്തവിടെ നിൽക്കുകയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഈ മൂടാപ്പ് മാറും, ഈ മൂടൽമഞ്ഞ് മാറും, ഈ താൽക്കാലിക സ്ഥിതി മാറും. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അതാണ് വിശ്വാസം. ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കാമോ? വായു കാണത്തില്ല, വായു നോക്കിക്കൊണ്ടിരുന്നേ. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രയോഗം തന്നെ ബുദ്ധിമുട്ടുള്ളൊരു പ്രയോഗമാണ്. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പൗലോസ് എഴുതി, ഞങ്ങൾ കാണുന്നതിന്, നിങ്ങൾ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരുന്നു, ഞങ്ങൾ കാണുന്നതിനെയല്ല നോക്കുന്നത്, കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് നോക്കുന്നത്. ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ് വിശ്വാസം. അകത്തെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുന്ന വിശ്വാസം. അത് അബ്രഹാമിനോട് ദൈവം തലമുക്കി നോക്കുക, നീ കാണുന്നോക്കെ ഞാൻ നിനക്ക് തരും. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റുമോ അതെല്ലാം ദൈവം നിനക്ക് തരും. നീ വിശ്വസിക്കുന്നില്ല, അതെല്ലാം ദൈവം നിനക്ക് തരും. അതാണ് വിശ്വാസം. ദൈവം വലിയവനാ, തരാൻ സമ്പന്നനാ, തരാൻ മനസ്സുള്ളവനാ. നീ ഏറ്റെടുക്കാൻ നിന്റെ ഹൃദയം തുറന്നാൽ മതി, അത് നിനക്ക് ലഭ്യമാകും. ഇവിടെ ഈ മണിമലി ആറ്റില് കുറെ കൊണ്ട് ദൂരം ചെന്ന മണിമലി ആറ്റ് അവിടെ ചെല്ലാം. സ്പൂൺ കൊണ്ട് ചെന്നാൽ സ്പൂൺ നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം. ചിരട്ട കൊണ്ട് ചെന്നാൽ ചിരട്ട നിറച്ച് വെള്ളം കോരിക്കൊണ്ട് വരാം. കുട്ടകം കൊണ്ട് പോകുക, കുട്ടകം നിറച്ച് വെള്ളം കൊണ്ടുവരാം. ടാങ്കർ ലോറിയും കൊണ്ട് പോകുക, അത് നിറച്ച് വെള്ളം കൊണ്ടുവരാം. ടാങ്കർ ഷിപ്പ് എങ്ങനെങ്കിലും കൊണ്ടുവരാൻ പറ്റും, അത് നിറച്ച് വെള്ളം തരാം. നിന്റെ പാത്രത്തിന് വലിപ്പം എന്തുണ്ടോ അതനുസരിച്ച് കോരിയെടുക്കാൻ വെള്ളം അവിടെ കിടപ്പുണ്ട്. വെള്ളത്തിന് കുറവില്ല. നിന്റെ പാത്രത്തിന്റെ വലിപ്പം പോലെയാ. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. നിന്റെ വിശ്വാസത്തിന്റെ പാത്രത്തിന് എന്ത് വലിപ്പമുണ്ടോ അതനുസരിച്ച് കോരിയെടുക്കാം. കുറച്ച് സ്പൂണിന്റെ വലിപ്പമാണോ അത്രയും കോരിക്കൊണ്ട് പൊക്കോ. ചെന്തം കൊണ്ടാണോ ചെന്തം കൊണ്ട് പൊക്കോ. ബക്കറ്റും കൊണ്ടാണോ ബക്കറ്റും കൊണ്ട് പൊക്കോ. എന്താ നിന്റെ വിശ്വാസത്തിന്റെ പാത്രത്തിന്റെ വലിപ്പം അതനുസരിച്ച് കോരിയെടുക്കാം. ഒരു കൊച്ചി ചേർക്കാൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കാൽക്കൽ വന്ന് വീണ് കിടക്കുന്നു. എന്തോ സ്വപ്നമോ, എന്തൊരു സ്വപ്നമോ. നക്ഷത്രങ്ങൾക്ക് കാലിന് ചവിട്ടി വന്ന് കിടക്കുന്ന സ്വപ്നം. വിടുമോ ആളുകൾ അവനെ? ആ സ്വപ്നം കണ്ടവനെ വിടുമോ? ചേട്ടന്മാര് തന്നെ അവനെ കളിയാക്കുന്നു, സ്വപ്നക്കാരൻ. അടുത്ത സ്വപ്നം അവർക്ക് ഒട്ടും സഹിച്ചില്ല. നിങ്ങളുടെ കറ്റയില്ല, എന്റെ കറ്റയുടെ മുമ്പ് വീണ് കിടക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, വേണ്ട, സ്വപ്നം നടക്കുന്ന നമുക്കൊന്ന് കാണണം. സ്വപ്നം വലിയ സ്വപ്നമാണെങ്കിൽ അതിനെതിരെ പോരാട്ടം തുടങ്ങും. അതിനെതിരെ പോരാട്ടം തുടങ്ങാം. നിങ്ങൾ എന്താ പോരാട്ടം എന്നറിയാം? നിന്റെ അകത്ത് വലിയ ദർശനമുള്ളതുകൊണ്ടാണ് ഇത്രയും പോരാട്ടം. വലിയ എക്സ്കവേറ്റർ എന്ന് പറയുന്ന മെഷീനൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ.
JCB എന്നൊക്കെ പറഞ്ഞ് എക്സ്കവേറ്റർ മാന്തി മറിക്കുന്ന വലിയ മെഷീനും ബുൾഡോസർ ഇടിച്ച് തകർക്കുന്ന വലിയ മെഷീനും ഒക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ വന്ന് അതെല്ലാം അവിടെ എല്ലാം ഇടിച്ച് തെളിച്ച് അവിടെ കെട്ടിടം പണിക്ക് വേണ്ടി അവിടെ എല്ലാം മാന്തി മറിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തോ ഇവിടെ പണിയാൻ പോകുന്നത്? അവര് പറഞ്ഞു ഇവിടെ ഒരു കോഴിക്കോട് പണിയാനാ. കോഴിക്കോടല്ല, കോഴിക്കോട് പണിയാനായിട്ട് JCB ഒന്നും വരത്തില്ല, കോഴിക്കോട് പണിയാൻ ബുൾഡോസർ വരത്തില്ല. ഇവിടെ നിശ്ചയമായിട്ടും മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വരാൻ പോകുന്നത്, വലിയ കെട്ടിടം വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കയറി ഇറങ്ങി നിന്റെ ജീവിതത്തിൽ ബുൾഡോസറൊക്കെ കയറി ഇറങ്ങിയെങ്കിൽ, നിന്റെ ജീവിതമൊക്കെ മാന്തി മറിച്ചെങ്കിൽ കൊച്ചു കോഴിക്കോട് പണിയാനുള്ള അടിസ്ഥാനമല്ല ദൈവം ഇട്ടിരിക്കുന്ന വലിയ ഉന്നതമായ കെട്ടിടം പണി നിന്റെ ഉള്ളിൽ നടക്കുവാൻ, നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം നിന്നെ ഒരുക്കിയതാണ്. നിന്റെ സ്വപ്നം വലുതാണെങ്കിൽ പോരാട്ടവും വലുതാണ്, നിന്റെ ദർശനം വലുതാണെങ്കിൽ പോരാട്ടവും വലുതാണ്. നീ ജനിക്കുമ്പോൾ നിനക്കെതിരെ ശത്രു പോരാടി തുടങ്ങി. നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയോട് പോയി ചോദിക്കുക, നിന്റെ ജന്മത്തിലുണ്ടായ പ്രയാസങ്ങൾ അമ്മ പറഞ്ഞു തരും. എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ ജനിക്കുമ്പോൾ തന്നെ പോരാടിയതിന്റെ കാരണം ഞാൻ പറയാം. നിന്നെ കുറിച്ചുള്ള ഉന്നതമായ പദ്ധതി ശത്രുവിനറിയാം. നിനക്ക് നിന്നെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ ശത്രുവിന് നിന്നെ കുറിച്ച് അറിയാം. നിന്നെ ദൈവം എന്താക്കി മാറ്റാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അറിഞ്ഞാണ് ശത്രു നിനക്കെതിരെ പോരാടുന്നത്. അത് നടക്കാതിരിപ്പാൻ, അത് സംഭവിക്കാതിരിപ്പാൻ, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നിന്റെ നന്മയ്ക്കെതിരെ ശത്രു പോരാടുകയാണ്. ദൈവം നിന്നെ കൊണ്ട് ഉദ്ദേശിച്ച ശുഭഭാവിക്കെതിരെ ശത്രു പോരാടുകയാണ്. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കോ. ദുഷ്ടപിശാച് എത്ര വലിയ മതിലുകൾ നീ കെട്ടിപ്പൊക്കിയാൽ അത് കണ്ടുകൊണ്ട് പേടിച്ച് അറച്ച് ഞാൻ നിൽക്കുന്നില്ല, മടുത്തി ഞാൻ നിൽക്കുന്നില്ല. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കോ. എന്റെ ദൈവത്താൽ ഞാൻ പഴക്കൂടുന്നവരെ പാഞ്ഞു ചൊല്ലു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അവൻ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, അവൻ എന്റെ ദീപത്തെ കത്തിക്കും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. യോസേപ്പിനെ പിടിച്ച് പൊട്ടക്കണ്ടിട്ടു, യോസേപ്പിനെ പിടിച്ച് ഇസ്മായേൽ കച്ചവടക്കാർക്ക് വിറ്റു. പൊത്തിഫേറിന്റെ വീട്ടിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവനെ കാരാഗൃഹത്തിൽ അടച്ചു. അവന്റെ ചങ്ങലകൾ അവന്റെ കയ്യില് ഉർണങ്ങൾ ഉണ്ടാക്കി. അവൻ വേദനിച്ച് നരകിച്ച് അവിടെ കിടന്നെങ്കിലും സ്വപ്നം പോയില്ല. സ്വപ്നത്തിന് ചങ്ങലയില്ല. നിന്റെ അകത്തൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ പൊട്ടക്കണ്ടിന് അതിനെ തകർക്കാൻ ഒക്കത്തില്ല. കള്ള സഹോദരന്മാർക്ക് അതിനെ തകർക്കാൻ ഒക്കത്തില്ല. ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് അതിനെ തകർക്കാൻ ഒക്കത്തില്ല. അത് കൽത്തുറുങ്കുകൾക്ക് നിന്റെ സ്വപ്നത്തെ തകർക്കാൻ ഒക്കത്തില്ല. നീ പിടിച്ചു നിന്നോ. ദൈവം പറഞ്ഞു, ദൈവം നിവർത്തിക്കാൻ സമയമായി. ദൈവം പറഞ്ഞത് ജീവിതത്തിൽ നിറവേറാൻ സമയമായി. നീ പിടിച്ചു നിന്നോ. മനുഷ്യന്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോകും, ശത്രുക്കളുടെ കണക്കൂട്ടുകൾ തെറ്റിപ്പോകും, അവരുടെ പ്രവചനങ്ങൾ പാടിപ്പോകും, അത് പരാജയപ്പെട്ടു പോകും. വാക്ക് പറഞ്ഞവർ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരൂ. ഓ ഹല്ലേലൂയ. അവൻ പറഞ്ഞത് അവൻ നിറവേറ്റി തരൂ. Praise you, Lord. Praise you, Lord. We worship you, Lord. We worship you, Lord. Hallelujah. ക്ഷാമമുള്ള ദേശവും ഒട്ടിയ വയറും ഒഴിഞ്ഞ ചാക്കുമായിട്ട് ഈ ചേട്ടന്മാരും ഇസ്രായേലിൽ വന്നപ്പോൾ മന്ത്രിയായിട്ടിരിക്കുക യോസേപ്പിന് വരെ മനസ്സിലായി, അവർക്ക് മനസ്സിലായില്ല. കാണുമ്പോഴല്ല യജമാനെന്നെ വിളിച്ച് അവന്റെ മുമ്പിലോട്ട് വീണ് കിടക്കുക. ധാന്യം കിട്ടേണ്ടതല്ലേ, പട്ടിണിക്കാർ വന്നിരിക്കുകയല്ലേ. കാണുമ്പോഴെല്ലാം കൂടുതൽ ഭക്തി കാണിച്ച് വീഴുമ്പോഴെല്ലാം യോസേപ്പ് മനസ്സിൽ പറയാ, ജജന്മാരെ ഇത് ഞാൻ കൊച്ചിലെ കണ്ട സ്വപ്നമല്ലേ, ഇത് ഞാൻ കണ്ടതല്ലേ, അന്നേ കണ്ടതല്ലേ, ഇത് നടത്താതിരിക്കാനല്ലേ നിങ്ങൾ ഈ പണിയെല്ലാം പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, നിന്റെ താഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്കെതിരെ ഗൂഢാലോചന ചെയ്ത് പോരാടുന്ന ജനത്തിന്റെ നടുവിൽ തന്നെ ദൈവം നിന്നെ മാനിക്കുന്ന സമയം വരുന്നു. അവളുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ണ് ദൈവം നിന്നെ ഉയർത്തുന്ന സമയം വരുന്നു. അവിടെ തന്നെ ദൈവത്തിന്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തുന്ന സമയം വരുന്നു. അവിടെ തന്നെ ദൈവത്തിന്റെ ശക്തി ദൈവം വെളിപ്പെടുത്തുന്ന സമയം വരുന്നു. ഹല്ലേലൂയ. ഉണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്തേച്ച വസ്ത്രം കൂടെ അഴിച്ചെടുത്തു, മുഴുവനും അപഹരിച്ച് നഗ്നനാക്കി മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിലിട്ടേച്ചു.
പകുതി ജീവനേ ഉള്ളൂ. അവരുടെ കണക്ക് കൂട്ടൽ ഇങ്ങനെ ചോര പോയിക്കൊണ്ടിരുന്ന കുറെ കഴിയും ബാക്കിയൂടെ പോകും. പകുതി പോലും ഇനി ഇതിന് നമ്മളുടെ കാവലിരിക്കുന്ന തന്നെ പൊക്കോളും. അതുകൊണ്ട് ആ പുരോഹിതൻ മാറിപ്പോയത് കാരണം അയാൾക്കറിയാൻ ഡെഡ് ബോഡിയാകാൻ അധികം സമയം വേണ്ടെന്ന്. ഒടുവിൽ മരണത്തിൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും. ലേബനും അതാണ് പോയത്. തീരെ വന്ന എല്ലാവരും കണക്ക് കൂട്ടിയത് ഇനി അധിക നേരമില്ല, തീർന്നു, എല്ലാം പോയില്ലേ. ഇനി ഒന്നുമില്ലല്ലോ, ഇനിയും പകുതി ചെറിയൊരു അനക്കമറ്റേ ഉള്ളൂ. പക്ഷെ ഒരാൾ മാത്രം അങ്ങനെ തീരുമാനിച്ചില്ല. നല്ല ശമരിയാക്കാരൻ പിടിച്ചു കിടന്നു. അവൻ പുറപ്പെട്ടിട്ടുണ്ട്, അവൻ വീഞ്ഞുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അവൻ എണ്ണയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ അങ്ങനെ അവൻ വിട്ടേച്ച് പോകത്തില്ല. നിന്റെ ശത്രുക്കളുടെ കണക്കൂട്ടിലെ അവൻ തെറ്റിക്കാൻ പോവുക. നിന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞ വിധികളെ അവൻ തെറ്റിക്കാൻ പോവുക. അവൻ എണ്ണയെ കൊണ്ട് വന്നിരിക്കുക, അഭിഷേകത്തിന്റെ എണ്ണയുമായി അവൻ വന്നിരിക്കുക. അവൻ വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങും. മുറിവുകളിലേക്ക് അവൻ എണ്ണ ഒഴിക്കും, വായിലേക്ക് അവൻ വീഞ്ഞ് പകർന്നു തരും. നിന്റെ എണ്ണ മുറിവുകളെ ഒഴിച്ച എണ്ണ ഒലിച്ചു പോകാതിരിക്കാൻ അവൻ വെച്ചു കെട്ടോ. എന്താ ചിലർക്ക് കൂടുതൽ അഭിഷേകമെന്നറിയാമോ? എന്താ ചിലർക്ക് കൂടുതൽ എണ്ണയെന്നറിയാമോ? അവർക്ക് കൂടുതൽ മുറിവുണ്ടായി. കൂടുതൽ മുറിവുള്ളവർക്ക് കൂടുതൽ എണ്ണ, ആഴത്തിൽ മുറിവുള്ളവർക്ക് കൂടുതൽ എണ്ണ. മനുഷ്യർ തന്നെ ഒരുപാട് വെട്ടി പരിക്കേൽപ്പിച്ചെങ്കിൽ, അവർ നിങ്ങളുടെ ഹൃദയത്തെ മുറിച്ചെങ്കിൽ, ഒരു കരുണയും കൂടാതെ നിന്റെ മനസ്സിനെ തകർത്തെങ്കിൽ, നിന്നെ അപമാനിച്ചെങ്കിൽ, നിന്നെ താഴ്ത്തിക്കെട്ടിയെങ്കിൽ, നിന്നെ നഷ്ടപ്പെടുത്തിയെങ്കിൽ, നിന്റെതൊക്കെ അപഹരിച്ചെടുത്തെങ്കിൽ, കൂടുതൽ എണ്ണ നിനക്ക്, കൂടുതൽ അഭിഷേകം നിനക്ക്, കൂടുതൽ ശക്തി നിന്റെ മേൽ പകരുവാൻ അവൻ കൊണ്ടുവരുന്നു. അവൻ നിന്റെ മേൽ പകരുന്നു. സഹോദര, ഞാനൊന്ന് തുള്ളുന്നതിൽ വിഷമിക്കരുത്. അതുപോലെ ഞാൻ മുറിവേറ്റയാളാണ്. സഹോദരി, ഞാനൊന്ന് ചലിക്കുന്നത് കണ്ട് നിനക്ക് വിഷമം തോന്നരുത്. ഞാൻ അതുപോലെ മുറിവേറ്റയാളാണ്. ഞാനൊന്ന് ശബ്ദമുണ്ടാക്കിയെന്ന് വരും, ഞാനൊന്ന് തുള്ളി ചാടിയെന്ന് വരും, ഞാനൊന്ന് ഒച്ച വെച്ചെന്ന് വരച്ചു. എണ്ണ അവന്റെ അഭിഷേകത്തിലെ എണ്ണ അവൻ എന്റെ മേൽ ഒഴിക്കുന്നു. എന്റെ മുറിവുകളിൽ അവന്റെ അഭിഷേകത്തിലെ എണ്ണ അവൻ പകരുന്നു. എന്റെ എണ്ണ ഒഴിച്ചു പോകാതെ കൊണ്ട് അവൻ അതിനെ വെച്ചു കെട്ടുന്നു. ശങ്കര ഹുടാവല ശബ്ദ